ഗാസ മുനമ്പിലെ മാനുഷിക പ്രതിസന്ധി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം മാത്രം മതിയായ ഭക്ഷണം ലഭിക്കാതെ 7 പേർ കൂടി മരിച്ചതോടെ ഗാസയിൽ പട്ടിണി മൂലം മരിച്ചവരുടെ എണ്ണം 89 കുട്ടികൾ ഉൾപ്പെടെ 154 ഉയർന്നുവെന്ന് ഹമാസ് അറിയിച്ചു. ഇത് മേഖലയിലെ ഭീകരമായ ഭക്ഷ്യക്ഷാമത്തെയും ആരോഗ്യ പ്രതിസന്ധിയെയും അടിവരയിടുന്നു. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളും സൈനിക നടപടികളും തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇത് മരണസംഖ്യ വീണ്ടും ഉയർത്തി. ഗാസയിലെ ആകെ മരണസംഖ്യ 60,130 കടന്നതായി ഹമാസ് നിയന്ത്രിത ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും നിരവധി കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകരുകയും ചെയ്തു. ആളുകൾ തിങ്ങിപ്പാർക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിലും ആശുപത്രികളിലും പോലും ആക്രമണങ്ങൾ നടക്കുന്നത് സാധാരണ ജനങ്ങളുടെ ജീവൻ കൂടുതൽ ദുസ്സഹമാക്കുന്നു. ഗാസയിലെ ജനങ്ങൾക്ക് ആവശ്യമായ സഹായം എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട്. മതിയായ ഭക്ഷണമോ വെള്ളമോ മരുന്നുകളോ ഇല്ലാത്ത അവസ്ഥയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ ദുരിതം അനുഭവിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച 100-ലേറെ ട്രക്കുകൾ മരുന്നും ഭക്ഷണവുമായി ഗാസയിലേക്ക് പ്രവേശിച്ചതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു. ഇതൊരു നല്ല സൂചനയായി വിലയിരുത്തപ്പെടുന്നുണ്ടെങ്കിലും ഗാസയിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇത് പര്യാപ്തമല്ലെന്ന് മാനുഷിക സഹായ ഏജൻസികൾ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ സാഹചര്യത്തിൽ പ്രതിദിനം 300-ലധികം ട്രക്കുകളെങ്കിലും ആവശ്യമാണെന്നാണ് UN റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ അതിന്റെ 1/3 പോലും എത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 220 ട്രക്കുകൾ ഉടൻ ഗാസയിലേക്ക് കടക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ട്രക്കുകൾ എത്രയും പെട്ടെന്ന് ഗാസയിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. സഹായം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ട്. സുരക്ഷാ പ്രശ്നങ്ങൾ, കടന്നു പോകാനുള്ള അനുമതി ലഭിക്കുന്നതിലെ കാലതാമസം, വിതരണത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇസ്രായേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള സംഘർഷങ്ങൾ മാനുഷിക ഇടനാഴികൾക്ക് തടസ്സമുണ്ടാക്കുന്നുണ്ട്. ഇത് സഹായ വിതരണം കൂടുതൽ ദുഷ്കരമാക്കുന്നു. ഗാസയിലെ സ്ഥിതിഗതികൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള യുണൈറ്റഡ് കിങ്ഡം ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കം ഇതിന്റെ ഭാഗമാണ്. ഈ നീക്കം സമാധാനപരമായ പരിഹാരത്തിനുള്ള ഒരു ഉപാധിയായി കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് സെപ്റ്റംബറിനുള്ളിൽ ഇസ്രായേൽ വെടിനിർത്തൽ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്നാണ്. ഇത് ഇസ്രായേലിന് മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. അടുത്തിടെ ഫ്രാൻസും പാലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ മറ്റു പല രാജ്യങ്ങളും സമാനമായ നിലപാടുകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഈ നീക്കങ്ങൾ പാലസ്തീൻ പ്രശ്നത്തിൽ ഒരു ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകൾക്ക് ഊർജം പകരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എന്നാൽ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള നീക്കത്തെ ഹമാസിന്റെ പിടിയിലുള്ള ഇസ്രായേലി ബന്ദികളുടെ കുടുംബങ്ങൾ ശക്തമായി അപലപിച്ചു. ഈ നീക്കം ഭീകരവാദത്തെ സാധൂകരിക്കുന്നതാണെന്ന് അവർ ആരോപിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ടവർ ഹമാസിന്റെ തടവിലായിരിക്കുമ്പോൾ പാലസ്തീന് ഒരു രാഷ്ട്രപദവി നൽകുന്നത് ഹമാസിന് കൂടുതൽ ശക്തി നൽകുമെന്നും ബന്ദികളുടെ മോചനം കൂടുതൽ പ്രയാസകരമാക്കുമെന്നും അവർ ഭയക്കുന്നു. ബന്ദികളുടെ മോചനത്തിനാണ് മുൻഗണന നൽകേണ്ടതെന്നും അല്ലാതെ പാലസ്തീനെ അംഗീകരിക്കുന്നതിലൂടെ ഹമാസിന് പ്രതിഫലം നൽകുകയല്ല വേണ്ടതെന്നും അവർ വാദിക്കുന്നു. ബന്ദികളുടെ മോചനം ഗാസയിലെ സംഘർഷത്തിന്റെ ഒരു പ്രധാന ഘടകമാണ്. ഹമാസിന്റെ കൈവശം ഇപ്പോഴും നിരവധി ഇസ്രായേലി പൗരന്മാർ ബന്ദികളായുണ്ട്. ഇവരെ മോചിപ്പിക്കുന്നതിനായുള്ള ശ്രമങ്ങളും ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട്. എന്നാൽ ഓരോ തവണയും ഈ ചർച്ചകൾ വഴിമുട്ടുന്നതും സങ്കീർണമാകുന്നതും വെടിനിർത്തൽ സാധ്യതകളെ ബാധിക്കുന്നുണ്ട്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണങ്ങളാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ ആക്രമണങ്ങളിൽ നിരവധി ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെടുകയും ബന്ദികളാക്കപ്പെടുകയും ചെയ്തു. ഇതിന് മറുപടിയായി ഇസ്രായേൽ ഗാസയിൽ വ്യോമാക്രമണങ്ങളും പിന്നീട് കരസേനയെ ഉപയോഗിച്ചുള്ള വലിയ തോതിലുള്ള ആക്രമണങ്ങളും ആരംഭിച്ചു. ഗാസയിലെ ജനസാന്ദ്രത, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, ഹമാസിന്റെ സാന്നിധ്യം എന്നിവയെല്ലാം ഈ സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഗാസയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്. ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുകയും അഭയാർത്ഥി ക്യാമ്പുകളിൽ തിങ്ങിപ്പാർക്കുകയും ചെയ്യുന്നു. ഇവിടെ ശുദ്ധജലത്തിന്റെയും വൈദ്യുതിയുടെയും ലഭ്യതയും വളരെ പരിമിതമാണ്. വെടിനിർത്തലിനും സമാധാനപരമായ ചർച്ചകൾക്കും ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇസ്രായേലും ഹമാസും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്നു. ഹമാസ് തങ്ങളുടെ ബന്ദികളെ വിട്ടയക്കാതെ വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാതെ ബന്ദികളെ വിട്ടയക്കാൻ സാധിക്കില്ലെന്നാണ് ഹമാസിന്റെ നിലപാട്. ഗാസയിലെ പട്ടിണി മരണങ്ങളും മാനുഷിക ദുരന്തങ്ങളും ലോകത്തിനു മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. യുദ്ധത്തിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. വിശപ്പും രോഗവും ഭയവും അവരുടെ ജീവിതത്തെ തകർക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങളും മാനുഷിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. വെടിനിർത്തൽ, മാനുഷിക സഹായം തടസ്സങ്ങളില്ലാതെ എത്തിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക, തുടർന്ന് പാലസ്തീൻ പ്രശ്നത്തിന് ഒരു സ്ഥിരമായ രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തുക എന്നിവയാണ് നിലവിലെ സാഹചര്യത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ. ലോക നേതാക്കളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും ഭാഗത്തുനിന്ന് കൂടുതൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ ഗാസയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന ആശങ്ക വർദ്ധിക്കുകയാണ്. ഓരോ ദിവസവും അവിടെ നിന്ന് വരുന്ന വാർത്തകൾ മനുഷ്യരാശിയുടെ മനസാക്ഷിയെ ഉണർത്തേണ്ടതാണ്.